വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് FSGനെ കുറിച്ചാണ്. FSG ലിവർപൂളിനെ വട്ടത്തിൽ മൂഞ്ചിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചാനൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോകളൊന്നാണത്. എനിക്കൊന്ന് 3000 വ്യൂവിൻ്റെ മുകളിലുണ്ട്. ഒരു 95% ഓഫ് ലിവർപൂൾ ഫാൻസും നല്ല അഭിപ്രായം, പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത്. ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇവന്മാരുടെ പിശുക്ക്, അതുപോലെ തന്നെ കോൺട്രാക്റ്റ് പലപ്പോഴും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാത്തത്, ചുമ്മാ അൺസർട്ടനിറ്റീസ് ഉണ്ടാക്കി വെക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനോട് ഓൾമോസ്റ്റ് എല്ലാ ലിവർപൂൾ ഫാൻസും എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇവർ സ്പെൻഡ് ചെയ്യാത്ത ഇഷ്യൂ ഒക്കെ നമ്മൾ ഉന്നയിച്ചപ്പം അതിൻ്റെ അടുത്ത് എല്ലാവരും എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ആ വീഡിയോക്ക് കുറേ വ്യൂ വന്നതൊക്കെ വാട്സപ്പ് ത്രൂ ആണ്. കുറേ ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്തൊക്കെ ഒരുപാട് വ്യൂസ് അതിന് വന്നിട്ടുണ്ട്. അങ്ങനെ സ്വീകരിക്കപ്പെട്ടൊരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ FSGനെ ഒരു ഫുൾ വീഡിയോയിൽ 10-12 മിനിറ്റ് ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് FSG ഇതൊക്കെ തിരുത്തി പറയിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്യണമല്ലോ. അപ്പം അതാണ് ഈ വീഡിയോ. സപ്പോസ് ഞാൻ അന്ന് കോമയിൽ പോയെന്ന് വിചാരിച്ചു. അതായത് FSGനെ കുറിച്ച് ആ വീഡിയോ ഇട്ടിട്ട് ഞാനന്ന് കോമയിൽ പോയി, അല്ലെങ്കിൽ ഈ സീസണിൻ്റെ എൻഡിൽ 24-25 സീസണിൻ്റെ എൻഡിൽ ഞാൻ കോമയിൽ പോയി. ഇപ്പം ഞാൻ എണീച്ചു, അപ്പോൾ ഒരാൾ വന്ന് പറയാണ് ലിവർപൂൾ ഇങ്ങനെ FSGൻ്റെ അണ്ടറിൽ 150 മില്യൺ കൊടുത്ത് ബ്രെഡ്സിനെ സൈൻ ചെയ്തു, 95 മില്യൺ യൂറോസ് കൊടുത്തിട്ട് എക്കിറ്റിക്കനെ സൈൻ ചെയ്തു. ജന്മത്തിൽ വിശ്വസിക്കൂല. അങ്ങനെയാണ് ഇതുവരെ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഒരു വിൻഡോയിൽ ഇവർ മാതിരി സ്പെൻഡിങ് നടത്തുന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ല. പൈസ ഉണ്ടെന്ന് നമുക്കറിയാം, പൂത്ത പൈസ ഉണ്ടെന്ന് നമുക്കറിയാം. ട്രോഫികൾ ഇവരടിക്കുന്നുണ്ട്, ഇവർക്ക് നല്ല റവന്യൂ ഉണ്ട്. ഇതൊന്നും ചിലവാക്കാതെ പോക്കറ്റിൽ വെച്ചൊക്കെയായിരുന്നു. ഒരു വിൻഡോയിൽ ഇവർ ഇതൊക്കെ കൂടി എടുത്ത് അങ്ങോട്ട് പൊട്ടിക്കുന്നു, സർപ്രൈസ് സൈനിങ്ങുകൾ നടത്തുന്നു. സർപ്രൈസ് സൈനിങ് എന്നല്ല, അതിലിപ്പം എക്കിറ്റിക്ക് കുറച്ച് സർപ്രൈസിങ് ആയിരുന്നു, ബാക്കിയൊക്കെ ഇത്തിരി കൂടെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. ബ്രെഡ്സ് അവസാനം ഇവിടെ എത്തുന്നൊക്കെ ഉള്ള ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു. പക്ഷേ പൈസ വാരി എറിയന്നെ. അതായത് ചില സമയത്ത് PSG ഒക്കെ വാരി എറിയുന്ന കണ്ടിട്ടില്ല. അങ്ങനെ വാരി എറിയാം. വാരി എറിഞ്ഞാലേ പ്ലേയേഴ്സിനെ കിട്ടുള്ളെങ്കിൽ വാരി എറിയാം. ഈ FSG തന്നെയാണോ തലപ്പത്തിരിക്കുന്നവർ? മാറിയിട്ടൊന്നുമില്ലല്ലോ, അവരെന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പൈസ വാരി എറിഞ്ഞു. എത്ര വേണം? 150. 150 പിടിച്ചോ. പ്ലെയറെ കൊടുന്നു. നേരത്തെ കൊടുന്നു. സീസൺ ഈ ട്രാൻസ്ഫർ വിൻഡോയുടെ എൻഡ് വരെ വലിപ്പിക്കുകയും ചെയ്തില്ല. നേരത്തും കാലത്തും കൊടുന്ന് പ്ലെയറിനെ സ്ക്വാഡിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള പണി അവരെടുത്തു. പിന്നെ അവർ കെർക്കസിനെ കൊണ്ടുവന്നു. ഗ്രേറ്റ് സൈനിങ് ആണ് കെർക്കസ്. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കെർക്കസിനെ കുറിച്ച് മാത്രമല്ല, വേറെ കുറച്ച് പ്ലേയേഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കെർക്കസിനെ കൊടുന്നു, ഫ്രിങ്പോങ്ങിനെ കൊടുന്നു. വളരെ കീ ആയിട്ടുള്ള സൈനിങ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സംസാരിച്ചുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ ഇടയിൽ അവർ എക്കിറ്റിക്കേനെയും കൊടുന്നു. 95 കൊടുത്തിട്ട് മാസീവ്ലി അവർ ഓവർപേ ചെയ്തു. ചെയ്ത ഒരു സൈനിങ് ആണ്. പക്ഷെ അവർ കൊണ്ടുവന്നു, അവരെ അംബീഷൻ കാണിച്ചു. FSG പ്രോപ്പറായിട്ട് അംബീഷൻ കാണിച്ച് തുടങ്ങിയിരിക്കുന്നു. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത്. അത് ഓവർപേ ആണ്. 90 മില്യൺ 95 മില്യൺ അതിനൊന്നുള്ള പ്ലെയർ ഇല്ല എക്കിറ്റിക്ക്. ദാറ്റ്സ് ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 50-60 മാക്സിമം 70 ഒക്കെ കൊടുക്കായിരുന്നു. പക്ഷെ ഇവർ 90-95 കൊടുത്തു. അത് ഭയങ്കരമായിട്ടുള്ള ഓവർപേ ആണ്. പക്ഷെ FSG ഓവർപേ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ റീസെന്റ് ഇയേഴ്സിൽ അവരങ്ങനെ ചെയ്ത് കാണാത്തൊരു പരിപാടിയാണ്. ട്രാൻസ്ഫർ നടത്തുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. പക്ഷെ ദേ ഹാവ് ഡൺ ഇറ്റ്. അവർ ആ ഒരു സിറ്റി ഒക്കെ കാണിക്കുമല്ലോ, ഞങ്ങൾക്ക് പ്ലെയർ വേണം, പൈസ ഞങ്ങൾ തരും, പ്ലെയർ അങ്ങോട്ട് എത്തിക്കും. ആ പണി അവർ ചെയ്തു. അത് നല്ല കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് അങ്ങനത്തെ ഒരു പ്ലെയർ ടീമിന് ആവശ്യമാണ്. ഇപ്പോൾ ബ്രിഡ്സിനെ പോലത്തെ ഒരു പ്ലെയർ ടീമിന് ലോങ് ടേമിൽ ആവശ്യമാണ്. 150 ആണെങ്കിൽ 150 കൊണ്ടുവന്ന് അവർ എത്തിച്ചു. അതേപോലെ തന്നെ അവർ എക്കിറ്റിക്കനെ കൊണ്ടുവന്നിട്ട് അവർ ഇപ്പോൾ ഇസാക്കിനെ സൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് അംബീഷൻ എന്ന് പറയുന്നത്. എക്കിറ്റിക്കനെ കൊണ്ടുവന്ന് ഇസാക്കിന്റെ പിന്നാലെ പോകുന്നു. ഇസാക്കിന്റെ കാര്യം ഇപ്പം ഇസാക്കിനെ ന്യൂക്കാസിലിന് വിടണം. പക്ഷെ ന്യൂക്കാസിലിന് ഇസാക്കിനെ വിടാൻ പറ്റൂല. ലിവർപൂളിന് ഇസാക്കിനെ വേണം. ലിവർപൂൾ ബിഡ് പ്രിപ്പയർ ചെയ്യും, ഇന്ന് വെക്കും നാളെ വെക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാവുന്നുള്ളത് കണ്ടറിയണം. ഇവർ വീണ്ടും ഇസാക്കിന്റെ പിന്നാലെ പോകുന്നു. ഇസാക്കിന് പിന്നാലെ പോവാണെങ്കിൽ 150 പറയുന്നത്, അത് 130, 120, 110 എത്തിച്ചു എന്ന് വിചാരിച്ചു. എന്നാലും ഇവര് വീണ്ടും പൈസ വാരി എറിയാണ്.
ഈ ഒരൊറ്റ വിൻഡോയിൽ ഞെട്ടിച്ച് കളഞ്ഞു FSG. എന്തിനുള്ള പുറപ്പാടാണോ എന്തോ. അവർക്ക് എനിക്ക് തോന്നുന്നില്ല അവരാ സ്ട്രൈക്കറിൽ അവർക്ക് നിർത്താൻ പറ്റുള്ളൂ. സ്ട്രൈക്കറിൽ അവർക്ക് നിർത്താൻ പറ്റില്ല. അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ അവർക്ക് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഇസാക്ക് ഡീലിലേക്ക് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇവിടെ ഒരു സെയിൽ നടന്നത്. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ലൂയിസ് ഡിയാസ് പോയി ബയണിലെത്തി, അവിടെ ഒരു 70 മില്യൺ എങ്ങനെ അവർക്ക് കിട്ടി. സോ ആ ഒരു ഇസാക്ക് ഡീൽ നടത്താനുള്ള ഒരു മാസീവ് ബൂസ്റ്റ് അവർക്ക് കിട്ടി. ഇനി എന്ത് പറഞ്ഞിട്ടാണ് ഇസാക്കിനെ അപ്പുറത്ത് എന്താ പറയുക നമ്മുടെ ന്യൂ കാസിൽ കൺവിൻസ് ചെയ്ത് നിർത്തുക എന്നറിയില്ല. എന്തായാലും ഫൈനലി പ്ലെയർ ലിവർപൂളിൽ എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു 70% ലിവർപൂളിൽ എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി 30% അറ്റ് എനി കോസ്റ്റ് ന്യൂ കാസിൽ പിടിച്ചു നിർത്താൻ നോക്കും. സാലറി ഒക്കെ കൂട്ടി കൊടുത്തിട്ടും അല്ലെങ്കിൽ ഈ ഷെയ്ഖന്മാരെ യൂസ് ചെയ്തിട്ട് കൺവിൻസ് ചെയ്തിട്ടൊക്കെ നോക്കും. അത് നമ്മളെന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. അവർക്ക് ഇസാക്കിനെ മതി, അവർക്ക് ഇസാക്കിനെ പോരാ. അവർ വിങ് ബാക്സ് ഏരിയ സോർട്ട് ചെയ്തു. അവർക്ക് സെൻട്രൽ ബാക്കിൽ പ്ലെയേഴ്സ് വേണം. സെൻട്രൽ ബാക്കിൽ ഗുയേഹിനെ പോലത്തെ പ്ലെയേഴ്സൊക്കെ അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ 1-2 പ്ലെയർ അവർക്ക് സെൻട്രൽ ബാക്കിൽ ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും നെക്സ്റ്റ് സീസണിൽ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് സെൻട്രൽ ബാക്കിന് വേണമെന്നുള്ളത്. സോ സെൻട്രൽ ബാക്കിന് വേണ്ടി അവർ പേ ചെയ്യും, അല്ലെങ്കിൽ പേ ചെയ്യണം. ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഇവന്മാരുടെ അവസാനം സ്പെൻഡിങ് എത്ര ആവും അറിയില്ല. ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരു മാസീവ് സ്ക്വാഡ് അവിടെ ബിൽഡാവും. ഒരു 8 കൊല്ലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാസീവ് സ്ക്വാഡ് അവിടെ ബിൽഡാവും. ചിലപ്പോൾ ക്ലിക്കാവും, ചിലപ്പോൾ ക്ലിക്കാവില്ല. അതൊക്കെ കണ്ടറിയണം. എനിവേ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇവന്മാർ ആക്ട് ചെയ്യുന്നു. ആര്? നമ്മുടെ FSG. ഇത് സർപ്രൈസിങ് ആയിപ്പോയി, ഞെട്ടിച്ച് കളഞ്ഞു. ലിവർപൂൾ ഫാൻസിന് തന്നെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ നമ്മൾ സാധാ ഫാൻസിൻ്റെ കാര്യം പറയണം. അതാണ്. അപ്പം FSG ഇങ്ങനെ മുന്നോട്ട് പോട്ടെ, അവർ ആ സ്ക്വാഡ് ബിൽഡ് ചെയ്യട്ടെ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നോക്കുകയാണെങ്കിൽ അത്ര ടോപ്പ് സ്ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഡെപ്ത് ഇല്ലാത്തൊരു സ്ക്വാഡൊക്കെ വെച്ചിട്ടാണ് ഇയാൾ കളിപ്പിച്ചത് ആർനെ സ്ലോട്ട്. സ്റ്റിൽ ഹി മാനേജ് ടു വിൻ ദ ട്രോഫി. ആ ട്രോഫി വിൻ ചെയ്തു. ഇനി എന്താണ്? ഇനി അവർക്ക് ആ ചാമ്പ്യൻസ് ലീഗ് നേടണം സ്ലോട്ടിൻ്റെ അണ്ടറിൽ. അതിനുള്ള സ്ക്വാഡാണ് അവർ നിലവിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുന്നുള്ളത് കണ്ടറിയണം. ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.